ഡിയർ സ്റ്റുഡൻസ്, 4 മാർക്കിന്റെ വളരെ എളുപ്പത്തിൽ നേടാൻ കഴിയുന്ന ഒരു ടോപ്പിക്കാണ് ബൈനോമിയൽ നോമെൻക്ലേച്ചർ. അതിന്റെ റൂളുകൾ, അതേപോലെ ഈ ഒരു ടേബിള്. 4 മാർക്കിന് ഈ ബൈനോമിയൽ നോമെൻക്ലേച്ചറിന്റെ റൂളുകൾ ചോദിക്കാം, അതേപോലെ ഈ ഒരു ടേബിളും പലപ്പോഴായിട്ട് ചോദിച്ചതായിട്ട് കാണാം. സോ ഈ ഒരു ഒറ്റ വീഡിയോയിലൂടെ നമുക്ക് 8 മാർക്ക് വളരെ കൃത്യമായിട്ട് നേടാൻ കഴിയും, അതും ഈസി ആയിട്ട്. സോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ ബൈനോമിയൽ നോമെൻക്ലേച്ചർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ റീജിയൻസിനനുസരിച്ചിട്ടും പല ഓർഗാനിസത്തിന്റെ, പ്ലാന്റ്സ് ആയാലും ആനിമൽസ് ആയാലും പേരിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അല്ലേ. അപ്പം പൊതുവായിട്ട് ലോകത്ത് എല്ലാവർക്കും ഐഡന്റിഫയബിൾ ആവുന്ന, അതായത് ഒരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് വസ്തു എന്നുള്ളത് അവർക്ക് മനസ്സിലാവാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു നോമെൻക്ലേച്ചർ സിസ്റ്റം കാർൽ ലിനസ് കൊണ്ടുവന്നു. അതിനെയാണ് ബൈനോമിയൽ നോമെൻക്ലേച്ചർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ബൈനോമിയൽ നോമെൻക്ലേച്ചറിന്റെ റൂളുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു +1 സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. ബൈ എന്ന് പറഞ്ഞാൽ 2 ആണ്. ഓക്കെ, അപ്പോൾ അതിന്റെ പേരിൽ 2 പാർട്ടുകൾ ഉണ്ട് എന്നാണ് ഇതിന്റെ പേരിൽ നിന്ന് സൂചിപ്പിക്കപ്പെടുന്നത്. നമ്മൾ എക്സാമ്പിൾ ആയിട്ട് മാനിന്റെ ഹോമോസാപ്പിയൻസ് എന്ന ബയോളജിക്കൽ നെയിം പിടിക്കുന്നു. അപ്പോൾ ഈ ഒരു പേരിൽ നിന്ന് തന്നെ ഈ റൂളുകൾ നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് കഴിയണം. സോ ഈസി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തേത് ഹോമോ എന്നുള്ളത് അതിന്റെ ജനറ്റിക് അല്ലെങ്കിൽ ജീനസ് നെയിമാണ്. സാപ്പിയൻസ് എന്ന് പറയുന്നത് സ്പീഷ്യസ് നെയിമാണ്. ആദ്യത്തെ കൺഫ്യൂഷൻ ഇവിടെ വരിക, എക്സാമിന് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ കൺഫ്യൂഷൻ വരിക ആദ്യം സ്പീഷ്യസ് നെയിമാണോ അല്ലെങ്കിൽ ജീനസ് നെയിമാണോ എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ട് ഇത് ഓർത്ത് വെക്കാം. എസ് ഫോർ സെക്കൻഡ്, രണ്ടാമത്തത്. അപ്പോൾ സ്പീഷ്യസ് സെക്കൻഡ് നെയിമാണ്, അല്ലെങ്കിൽ ആ ഒരു നെയിമിന്റെ രണ്ടാമത്തെ ഭാഗമാണ് എന്നുള്ളത് ഓർമ്മിച്ച് വെക്കാം. അല്ലെങ്കിൽ വേറെയും നിങ്ങൾക്ക് ഓർമ്മിച്ച് വെക്കാനുള്ള ട്രിക്ക് അൽഫബറ്റിക്കൽ ഓർഡർ. ജി ആണ് അൽഫബറ്റിക്കൽ ഓർഡർ, ABCDEEFG. ഓക്കെ, അപ്പോൾ ജി ആണ് എസിനേക്കാൾ മുമ്പേ വരുന്നത് എന്ന് ഓർമ്മിച്ച് വെക്കാം. അല്ലെങ്കിൽ എസ് ഫോർ സെക്കൻഡ് എന്നുള്ള ആ ഒരു കോഡും നിങ്ങൾക്ക് ഓർമ്മിച്ച് വെക്കാം. അപ്പോൾ അവിടെയുള്ള ആ ഒരു കൺഫ്യൂഷൻ ഇവിടെ ഒഴിവാക്കപ്പെടുന്നു. ഇനി നെക്സ്റ്റ് നിങ്ങൾ ഈ ഒരു ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ഹോമോസാപ്പിയൻസ് എന്നുള്ളത് നോക്കിയാൽ മനസ്സിലാകും. ഇത് ഇറ്റാലിക്സിൽ ഇവിടെ പ്രിന്റ് ചെയ്തിരിക്കുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു പേര് എഴുതുമ്പോൾ ഒന്നുകിൽ ഇറ്റാലിക്സിൽ പ്രിന്റ് ചെയ്യാം. ഇനി നമ്മൾ കൈകൊണ്ട് ഹാൻഡ് റിട്ടൺ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ജീനസ് നെയിമിനും അതേപോലെ തന്നെ സ്പീഷീസ് നെയിമിനും സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യണം. ഇതാണ് സെക്കൻഡ് റൂൾ വരുന്നത്. മൂന്നാമത് നിങ്ങൾ ഇതൊന്ന് നോക്കിയാൽ കണ്ടാൽ മനസ്സിലാവും. ഹോമോസാപ്പിയൻസിന്റെ എച്ചിന് എന്തുണ്ട്, ക്യാപിറ്റലൈസ്ഡ് ആണ്. എന്നാൽ സാപ്പിയൻസ് മുഴുവനായിട്ടും സ്മോൾ ലെറ്ററിലാണ് ഇരിക്കുന്നത്. അതുകൂടി നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. അതായത് ഇതിന്റെ റൂൾ എഴുതുമ്പോൾ സ്പീഷീസ് നെയിം, ജീനസ് നെയിം സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് സ്പീഷീസ് നെയിം സ്റ്റാർട്ട്സ് വിത്ത് സ്മോൾ ലെറ്റർ. ഓക്കെ, അത് ഓർമ്മിച്ച് വെക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു റൂള്. ഇനി നിങ്ങൾക്ക് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു നമ്മൾ പ്രിന്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഈ ഒരു അണ്ടർലൈൻ ചെയ്യുന്നതോ അത് ലാറ്റിൻ ഒറിജിൻ ആണ് എന്നുള്ളത്, ലാറ്റിൻ ഭാഷയുടെ ഒറിജിൻ ആണ് എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് ഇംഗ്ലീഷ് അല്ല, ഇതൊരു ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഈ പേരുകളൊക്കെയും ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ നമുക്ക് ഇതിന്റെ കുറച്ച് നോട്ട്സുകൾ കൂടിയുണ്ട്, നോക്കാം. ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ നോട്ടിലുള്ളത്. അപ്പോൾ ബൈനോമിയൽ നോമെൻക്ലേച്ചർ 2 പാർട്ട് നെയിമിംഗ് ആണ്. ജീനസും സ്പീഷ്യസും ആണ്. സ്പെസിഫിക് എപ്പിത്തറ്റ് എന്നും പറയും. അതാണ് ഇതിന്റെ ഭാഗങ്ങൾ. ഓക്കെ, ജീനസിന്റെ ആ ഒരു പാർട്ടാണ് ആദ്യം വരുന്നത്. ഓക്കെ, എന്താണ് ജീനസ് എന്ന് പറഞ്ഞാൽ അത് റിപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ് ആണ്. ഒരുപോലെയുള്ള സ്പീഷീസുകളുടെ ഗ്രൂപ്പാണ് ഈ ഒരു ജീനസ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ പേര് നൽകുന്നത് സ്പീഷീസിനാണ്. അപ്പോൾ സ്പീഷീസ് എന്ന് പറയുന്നത് ഒരു ജീനസിന്റെ അകത്തുള്ള ഒരു പെർട്ടിക്കുലർ എന്താണ് ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചേഴ്സ് കാണിക്കുന്ന ഒരു പർട്ടിക്കുലർ ഓർഗാനിസത്തെയാണ്. ഓക്കെ, ഒരു ജീനസ് എന്ന് പറയുമ്പോൾ റിലേറ്റീവ് സ്പീഷീസ് എല്ലാമുള്ള ഒരു ഗ്രൂപ്പാണ്. എന്നാൽ ജീനസിന്റെ അകത്തുള്ള ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ദാറ്റ് ഷോയിങ് ഡിസ്റ്റിങ്വിഷബിൾ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന് മറ്റൊരു ഓർഗാനിസത്തിൽ നിന്നും കൃത്യമായി വേർതിരിക്കാനുള്ള ഐഡന്റിഫയബിൾ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സുകൾ അവ ഷോ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഒരു ഗ്രൂപ്പിനെയാണ് സ്പീഷീസ് എന്ന് പറയുന്നത്. രണ്ടാമത് ഇറ്റലൈസ്ഡ് ഓർ അണ്ടർലൈൻഡ് എന്ന് പറയുന്നു. അതായത് ഒന്നുകിൽ ഇറ്റാലൈസ് ചെയ്യണം, പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റാലൈസ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, ഇനി അണ്ടർലൈൻ ചെയ്യുകയാണെങ്കിൽ സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, ഇനി ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലൈസ്ഡ്. ഓക്കെ, ജീനസ് നെയിം ക്യാപിറ്റലൈസ്ഡ് ആണെങ്കിൽ സ്പീഷീസ് നെയിം എൻറ്റയർലി ലോവർ കേസ് ആണ് എന്നുള്ളത് മറ്റൊരു പോയിന്റ്. ഇനി ഇതിന്റെ യൂണിവേഴ്സാലിറ്റി, ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്, ഓരോ റീജിയൻസിനനുസരിച്ചിട്ടും പല വസ്തുക്കളുടെയും അല്ലെങ്കിൽ പല ഓർഗാനിസത്തിന്റെയും പ്ലാന്റ്സിന്റെയും നെയിം ഇങ്ങനെ വേർതിരിക്കപ്പെടും അല്ലെങ്കിൽ മാറപ്പെടും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഒരു റീജിയനിലുള്ള ഒരാൾ മറ്റൊരാളോട് പറയുമ്പോൾ പ്ലാന്റ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഒരു സ്പീഷീസ് അല്ലെങ്കിൽ ആ ഒരു ആനിമൽ ഏതാണെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് ഓർഗാനിസം ഏതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാതെ വരും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. കാർൽ ലിനസ് ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ക്ലാരിറ്റി ആൻഡ് പ്രിസിഷൻ എന്ന് പറയുമ്പോൾ
നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് തന്നെയാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് സ്പീഷീസ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്, കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. സോ ഇത്രയും കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് ഒരു പേര് നിങ്ങൾ പഠിച്ചു വെച്ചാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്നുകൂടി പറയട്ടെ, ഇതിലുള്ള ഓരോ ബയോളജിക്കൽ നെയിംസും നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഈ ഒരു ടേബിൾ പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് 4 മാർക്കിന് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുകയും ചെയ്യും. സോ 8 മാർക്കിൻ്റെ ഒരു പാർട്ടാണ് നമ്മളിവിടെ തീർത്തിരിക്കുന്നത്. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾക്ക് നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.